നമസ്കാരം. പവർ പോയിന്റിലേക്ക് സ്വാഗതം. രാജ്യത്തിൻ്റെ അതിർത്തിയിൽ വീണ്ടും സംഘർഷഭരിതമാവുകയാണ്. പാകിസ്ഥാനുമായി ഇന്ത്യയുടെ ബന്ധം കൂടുതൽ വഷളായി. എവിടെ നിന്നാണ് ഇത് ആരംഭിച്ചതെന്ന് എല്ലാവർക്കും വ്യക്തമാണ്. പെഹൽഗാമിലെ 26 നിരപരാധികളുടെ ചോരയ്ക്ക് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മറുപടി നൽകി. പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തു, ഭീകരതയുടെ വേരറുത്തു. അതാണ് പ്രശ്നമുണ്ടായത്. തങ്ങളുടെ നേർക്കുള്ള ആക്രമണമെന്ന് വ്യാഖ്യാനിച്ച് പാകിസ്ഥാൻ തിരിച്ചടിക്കാൻ തുടങ്ങി. എന്നാൽ ദുർബലമായ തിരിച്ചടിയാണ് അവിടെ ഉണ്ടായതെന്ന് വ്യക്തമാണ്. അതിർത്തി വീണ്ടും അശാന്തമാകുമ്പോൾ, പാകിസ്ഥാൻ വീണ്ടും പുകയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ വിഷയമാണ് പവർ പോയിൻ്റ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കേണൽ RG നായർ, മുൻ സൈനികൻ ശാന്തിവിള പത്മകുമാർ, സാമൂഹ്യ പ്രവർത്തകനും രാഷ്ട്രീയ പ്രവർത്തകനും ഒപ്പം തന്നെ പൊതുപ്രവർത്തകനുമായ രാഹുൽ ഈശ്വർ എന്നിവരാണ്. ആദ്യം കേണലിലേക്ക്. കേണൽ, ഇപ്പോൾ എന്താണ് അതിർത്തിയിൽ സംഭവിക്കുന്നത്? തുടരെയുള്ള പ്രത്യാക്രമണങ്ങൾ, കൂടുതൽ ആക്രമണങ്ങൾ, സാധാരണക്കാരെ പാകിസ്ഥാൻ ആക്രമിക്കുന്നു, അത്തരമൊരു രീതിയിൽ സിവിലിയൻസിനെ ആക്രമിക്കുന്നു, ലൈൻ ഓഫ് കൺട്രോളിൽ കനത്ത ഷെല്ലിംഗ് നടത്തുന്നു. ഇതൊക്കെയാണ് ഒരു ഭീകര കേന്ദ്രം, 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തതിന് പാകിസ്ഥാൻ നൽകുന്ന മറുപടി. നിരപരാധികളായ ഗ്രാമീണരെയാണ് ആക്രമിക്കുന്നത്. മറുവശത്താകട്ടെ പാക് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ വീരവാദം മുഴക്കുകയാണ്. പക്ഷേ ദുർബലമായ ചെറുത്തുനിൽപ്പാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാകുന്നതാണ്. ഇന്ത്യയുടെ തിരിച്ചടി ഭയാനകമായിരിക്കുമെന്ന് ഇന്ത്യ പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും പാകിസ്ഥാൻ അത് ചെവിക്കൊണ്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇനിയുള്ള നീക്കങ്ങൾ എന്തായിരിക്കും? എവിടെ ചെന്ന് ഇത് അവസാനിക്കും? നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു 26 പേരുടെ ജീവൻ പൊലിഞ്ഞതിന് പകരം ചോദിക്കും. വി വിൽ ഹിറ്റ് ഹാർഡ് എന്നാണ് പറഞ്ഞത്. അപ്രകാരം തന്നെ മെനിഞ്ഞാന്ന് അബ്ബാസ് ടെററിസ്റ്റ് ക്യാമ്പ് കോട്ട്ലി, മുർഡിക്കെ, ഭാവൽപൂർ, സിയാൽകോട്ട്, മുസഫറാബാദ്, ഭീംബാർ, അമ്രു, ഗുൽപൂർ, മുർഡിക്കെ ഈ 9 സ്ഥലത്തും 2 മിനിറ്റിൻ്റെ ഗ്യാപ്പിൽ തകർത്ത് തരിപ്പണമാക്കി, റേസ് ടു ഗ്രൗണ്ടാക്കി നമ്മുടെ സൈന്യം പകരം വെട്ടി. 26 പേരുടെ മരണത്തിന് പകരം വെട്ടി. അവരുടെ നെർവ് സെൻറ്റർ ഫോർ ട്രെയിനിങ് ലഷ്കർ-e-തയ്യബ, സൂയിസൈഡ് ബോംബേഴ്സ്, കീ ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ തന്നെ 50+ ടെററിസ്റ്റ് ഉള്ള സ്ഥലമാണ് കോട്ട്ലി. അതുപോലെ തന്നെ അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ട്രെയിനിങ് സെൻറ്റർ ആയിരുന്നു LETയുടെ, ലഷ്കർ-e-തയ്യബയുടെ. മൾട്ടിപ്പിൾ സ്ട്രൈക്സ് എൻഷുർ കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ആയിരുന്നു, കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ചെയ്തു. അങ്ങനെ ഓരോരോ സ്ഥലവും അവരുടെ ഈ ഗൂബിയ അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് ഓപ്പറേഷൻസിൻ്റെ ശക്തി കേന്ദ്രങ്ങളെയാണ് നമ്മൾ ഒറ്റ അടിക്ക് രാവിലെ 1 മണി മുതൽ 4 മിനിറ്റ് മുതൽ 28 മിനിറ്റിനകത്ത് ഒരേപോലെ തകർത്ത് തരിപ്പണമാക്കിയത്. അതൊരു സാമ്പിൾ വെടിക്കെട്ടായിരുന്നു എന്ന് മാത്രം. പിന്നീട് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതിന് തിരിച്ചടിയായിട്ട് വി ഹാവ് പൊളിറ്റിക്കലി, ഡിപ്ലോമാറ്റിക്കലി എല്ലായിടത്തും നമുക്ക് സപ്പോർട്ടാണുള്ളത്. റഷ്യ നമ്മളെ സപ്പോർട്ട് ചെയ്തു. ഇതിന് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കേരടിക്കാൻ പറഞ്ഞു. പക്ഷേ അതിനൊരാവശ്യം വന്നില്ല, ഇങ്ങനെ തന്നെ ഉണ്ടായി. നമ്മളിത് ചെയ്തു. അപ്പോൾ ഈ ടെററിസ്റ്റാണ് ഇത് വെച്ചിട്ടുണ്ട്. അതായത് 26 ആളുകളുടെ നിരായുധരായ ആളുകളുടെ ജീവൻ പൊലിഞ്ഞപ്പോൾ ആ കൊടുത്ത വാക്കിന് പാലിച്ചു നമ്മുടെ പ്രധാനമന്ത്രിയും നമ്മുടെ സൈന്യവും. ഇന്നത്തെ സ്ഥിതി പാകിസ്ഥാൻ്റെ ആർമി ചീഫ് മിസ്സിംഗ് ആണ്. ഹീ ഈസ് അണേബിൾ ടു ഹാൻഡിൽ. ഇതൊന്നും ഹാൻഡിൽ ചെയ്യാനായി കഴിയില്ല, അയാളിട്ടിട്ട് ഓടുകയാണ്. ഇപ്പോൾ അവിടെ പ്രധാനമന്ത്രി തന്നെ ഇനി അടുത്ത് മുങ്ങുമെന്നാണ് തോന്നുന്നത്. ആർമി ചീഫ് പോയി, വേറെ ആരെയും അപ്പോയിൻ്റ് ചെയ്യുകയാണ്. അപ്പോൾ ദ ഹോൾ കൺട്രി ഈസ് ഇൻ എ കയോസ്. പാകിസ്ഥാൻ ഒരു ഫെയിൽഡ് സ്റ്റേറ്റാണ്. ഇതൊരു സുവർണ അവസരമാണ് ഭാരതത്തിന് ഓക്യുപ്പൈഡ് കാശ്മീർ തിരിച്ചു പിടിക്കാൻ. യുദ്ധം എവിടെ കൊണ്ട് അവസാനിക്കും? കാരണം യുദ്ധം ഒന്നിനും പരിഹാരമല്ലെന്ന് നമ്മുടെ ചരിത്രം തന്നെ തെളിയിച്ചൊരവസ്ഥയാണ്. പാകിസ്ഥാനുമായി നമ്മൾ പല തവണ യുദ്ധം നടത്തിയിട്ടുണ്ട്. 1971 അതൊരു പുതിയ രാഷ്ട്രം ബംഗ്ലാദേശ് തന്നെ രൂപീകരിക്കാനും കാരണമായി. പക്ഷേ ഈ തിരിച്ചടികളിൽ നിന്നും പാകിസ്ഥാൻ ഇതുവരെ പാഠം പഠിക്കില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മൾ കണ്ടത്. പാകിസ്ഥാൻ എന്തുകൊണ്ട് പാഠം പഠിക്കുന്നില്ല? ഇത് എന്തായിരിക്കും ഇതിൻ്റെ ഒരു അന്ത്യം? ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ? ഇന്ത്യ മഹാത്മാഗാന്ധിയുടെയും ബുദ്ധൻ്റെയും നാടാണ്.
ആ മഹാത്മാഗാന്ധി പോലും, സമാധാനത്തിൻ്റെ പ്രവാചകനായ മഹാത്മാഗാന്ധി പോലും ഒക്ടോബർ 1947 ലഫ്റ്റനൻറ്റ് ജനറൽ LP സെന്നിനോട് പറയുന്നുണ്ട്, യുദ്ധങ്ങൾ നാശനഷ്ടമേ ഉണ്ടാക്കൂ, പക്ഷേ കാശ്മീരിനെ സംരക്ഷിക്കാൻ നമ്മുടെ പട്ടാള നീക്കം വേണമെന്ന്. ഗാന്ധിജിയുടെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമാണ് ഗാന്ധിജി അങ്ങനെ പട്ടാള ആക്ഷനെ സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് കാശ്മീരിനെ രക്ഷിക്കാൻ, കാശ്മീരിലെ സാധാരണക്കാരായ നമ്മുടെ മനുഷ്യരെ രക്ഷിക്കാൻ ഒരു മിലിറ്ററി ആക്ഷൻ വേണമെന്ന് മഹാത്മാഗാന്ധിക്ക് പോലും നിലപാടുണ്ടായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. ഇന്ത്യൻ പട്ടാളം ആക്രമിക്കുന്നത് ആക്രമണത്തിന് വേണ്ടിയല്ല, സംയമനത്തോടെ സമാധാനത്തിന് വേണ്ടിയാണ്. നമ്മുടെ ആർമിയുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം എടുത്തു നോക്കൂ, അതിൽ ഈ ചെസ്റ്റ് തമ്പിങ്ങോ ജിങ്കോയിസമോ ഒന്നും അല്ല. പകരം ആർമി പറയുന്നത് ഞങ്ങൾ ഒരു സിവിലിയനെ പോലും ടാർഗറ്റ് ചെയ്തിട്ടില്ല. എന്തിന്? പാകിസ്ഥാനി മിലിറ്ററിയെ പോലും ടാർഗറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ പാകിസ്ഥാൻ്റെ ഉള്ളിലുള്ള POKയിലുള്ള തീവ്രവാദ ക്യാമ്പുകൾ, പാകിസ്ഥാനുള്ളിലെ 4 POKയിലെ 5 തീവ്രവാദ ക്യാമ്പുകളാണ് അടിച്ചത്. അതിനുശേഷം പാകിസ്ഥാൻ എസ്കലേറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. നമ്മൾ എടുത്തു പറയുകയുണ്ടായി, ഇത് നോൺ എസ്കലേറ്ററി ആണ്, ഇതൊരു കാരണവശാലും എസ്കലേറ്റ് ചെയ്യരുത് എന്ന ചിന്തയോടുകൂടിയാണ് ചെയ്യുന്നത്. അതിനുശേഷം ആ പട്ടാളക്കാർ നടപടി വിശദീകരിച്ചപ്പോൾ പോലും ഇന്ത്യയുടെ ഐക്യവും വൈവിധ്യവും അവിടെ കാണിച്ചിരുന്നു. നമ്മുടെ മിസ്ട്രി എന്ന് പറയുന്ന അത് എക്സ്പ്ലെയിൻ ചെയ്ത പുരുഷൻ, അദ്ദേഹം ഒരു കാശ്മീരി പണ്ഡിറ്റാണ്, കാശ്മീരി ഹിന്ദുവാണ്. സോഫിയ ഖുറേഷി മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള വ്യക്തിയാണ്. അല്ലെങ്കിൽ വ്യോമിക സിംഗ്, പേരുകൊണ്ടെങ്കിലും സിഖ് അല്ലെങ്കിൽ ആ സമൂഹത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഇന്ത്യയുടെ ഉള്ളിൽ വിഭജനം ഉണ്ടാക്കാൻ പാകിസ്ഥാൻ നോക്കുമ്പോൾ, മതം ചോദിച്ച് അവർ നമ്മുടെ ആൾക്കാരെ കൊല്ലുമ്പോൾ എല്ലാ മതങ്ങളെയും ഒരുമിച്ച് നിർത്തി തിരിച്ചടിക്കാൻ ഇന്ത്യ കാണിക്കുന്ന ഈ അവധാനത, സംയമനം ലോകരാഷ്ട്രങ്ങൾ ശ്രദ്ധിക്കും എന്ന് നമ്മൾ തിരിച്ചറിയണം. 2, ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകുന്ന സൂചനകൾ ചിലത് കാണുന്നുണ്ട്. കാരണം ഇന്നലെ ബലൂചിസ്ഥാനിൽ ബലൂച്ചി ആർമികൾ അല്ലെങ്കിൽ ബലൂച്ചി ലിബറേഷൻ ആർമി അടക്കം പാകിസ്ഥാൻ്റെ പതാക താഴ്ത്തി ബലൂചിസ്ഥാൻ്റെ പതാക ഉയർത്തുന്ന കാഴ്ചകളൊക്കെ ഉണ്ടായി. ഒരുപക്ഷെ ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഇൻ്റർവെൻഷൻ ആകാൻ സാധ്യതയുണ്ട്. 2 സാധ്യതകളുണ്ട്. ബലൂച്ചി ആൾക്കാർ ഈ ഒരു അവസരം മുതലെടുത്ത് അവരങ്ങനെ ചെയ്തതാകാം. 2, അജിത് ഡോവലടക്കം മുമ്പ് സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ മുമ്പേ പോലെ ഒരു കാര്യം കൂടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബലൂചിസ്ഥാൻ പോകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബലൂചിസ്ഥാൻ പോകുന്ന ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഇൻ്റർവെൻഷൻ കൂടിയുണ്ട്. അല്ലെങ്കിൽ കേണൽ സാർ പറഞ്ഞതുപോലെ, അർജുൻ നായർ സാർ പറഞ്ഞതുപോലെ POK പിടിക്കുകയാണെങ്കിൽ അതൊരു ഫുൾ സ്കെയിൽ യുദ്ധത്തിലേക്ക് പോകും. അത് പോകാതിരിക്കട്ടെ. 2 പേരും ന്യൂക്ലിയർ ആം സ്റ്റേറ്റ് ആണ്. സമാധാനമാണ് നമുക്ക് വേണ്ടത്. പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമാണ് നമുക്കുള്ളത്. 70 മുതൽ 100ഓളം തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്നാണ് ലഭ്യമായ വിവരങ്ങൾ ഉണ്ടാകുന്നത്. തീവ്രവാദത്തിനെതിരെ ശക്തമായി ആഞ്ഞടിക്കുകയും പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കുകയും അതിനുശേഷം ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് വാറിലേക്ക് പോകാതിരിക്കുകയും ചെയ്യട്ടെ എന്നുള്ളതാണ് പ്രാർത്ഥന, പ്രത്യാശ. മുൻ സൈനികൻ എന്ന നിലയിൽ എങ്ങനെ കാണുന്നു ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾ? കാരണം സൈനികരാണ് മുന്നിൽ നിന്നും ഇക്കാര്യത്തിൽ പടം നയിക്കുന്നത്, പിന്നിൽ നിന്നാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എങ്ങനെ കാണുന്നു? പ്രത്യേകിച്ച് ഇവിടെ ലൈൻ ഓഫ് കൺട്രോളിൽ അതിഭീകരമായ ഷെല്ലിങ്ങാണ് പാകിസ്ഥാൻ നടത്തുന്നത്. അവിടെ സാധാരണക്കാരായ ഗ്രാമീണർക്ക് നേരെയാണ് ഷെല്ലിംഗ് നടത്തുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ തിരിച്ചടിച്ചത് തീവ്രവാദ ക്യാമ്പുകൾ ലക്ഷ്യമാക്കിയാണ്. നമ്മൾ പാക് സൈനിക ക്യാമ്പുകൾ ഒഴിവാക്കി, പാക് സിവിലിയന്മാരെ ഒഴിവാക്കി. പക്ഷേ തിരിച്ചടി വരുന്നത് മുഴുവൻ സാധാരണക്കാരായ ഇന്ത്യക്കാരായ ഗ്രാമീണർക്ക് നേരെയാണ്. അതാണ് പാകിസ്ഥാൻ്റെ ഒരു ദൗർബല്യവും പാകിസ്ഥാൻ്റെ വീഴ്ചയും. അത്തരമൊരു വീഴ്ച തുടരുമ്പോൾ ഇത്തരത്തിൽ ഉള്ള സംഘർഷം എത്രത്തോളം നീണ്ടു നിൽക്കുമെന്നാണ് താങ്കളുടെ വിലയിരുത്തൽ? 1999 കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അന്നത്തെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അന്ന് എന്താണ് സംഭവിച്ചത് നമ്മൾ മനസ്സിലാക്കണം. വാഗ അതിർത്തിയായ അട്ടാരി ഭാഗത്ത്, വാഗ അതിർത്തിയിൽ വന്നിട്ട് അന്ന് പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയി പ്രധാനമന്ത്രിയും അന്ന് അവിടുത്തെ പാകിസ്ഥാൻ്റെ പ്രസിഡൻ്റായിരുന്ന പ്രധാനമന്ത്രിയായ നവാബ് ഷെരീഫും ഉണ്ടായിരുന്നു. അവർ വന്നു, കൈ കൊടുത്തു, കെട്ടിപ്പിടിച്ചു, ആലിംഗനം ചെയ്തു, എല്ലാം ചെയ്തതിന് ശേഷം ലോകരാഷ്ട്രങ്ങൾ തന്നെ, ലോകമാധ്യമങ്ങൾ തന്നെ അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തു. എല്ലാം മംഗളമായിട്ട് പിരിച്ചു. രാജ്യങ്ങൾ തമ്മിൽ, പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഐക്യമാണെന്നുള്ള രീതിയിലാണ് കണ്ടത്. കാരണം ഇന്ത്യയിൽ എന്നുള്ള ഒരു ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അന്യരെ കാണുന്നത് നല്ല മനസ്സോടുകൂടിയാണ് കാണുന്നത്. അതിനൊരു ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മളെ ഈ പാകിസ്ഥാനിൽ നമ്മളെ ആൾക്കാരെ തന്നെ നമ്മളെ ആൾക്കാർ ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബോർഡർ വഴി ഈ പുഞ്ച് ഏരിയ, രജൗരി, ഈ കൽസിയ, നൗഷറ ഭാഗങ്ങളിലൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് പോകും. അവിടുന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാരാണ് അവിടുന്ന് പോകണമെന്നുണ്ടെങ്കിൽ അവർ ഒരാഴ്ച കഴിഞ്ഞ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചർച്ചകൾ കൂടെ തിരിച്ചെത്തും. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞാൽ മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. കാരണം അവർക്ക് കൊടുക്കുന്ന ആഹാരങ്ങൾ പോലും കുപ്പിച്ചില്ലും അതുമായിട്ടാണ്. അതേ പക്ഷേ പാകിസ്ഥാനിൽ നിന്നാണ് ഒരാൾ നമ്മളെ ബോർഡർ വഴി ചുറ്റി ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാ രീതിയിലും നല്ല ആഹാരവും കൊടുത്ത് സത്യത്തിൽ അവർക്ക് ഇവിടെ കഴിയാനാണ് ഒരവസ്ഥ. ഇതാണ് ഇന്ത്യയുടെ ഒരു മനസ്ഥിതി. ഈ മനസ്ഥിതി ഉള്ളതുകൊണ്ടാണ്, ഇതിനെ ഉപയോഗിച്ചുകൊണ്ടാണ്
പാകിസ്ഥാൻ ചെയ്യുന്നത്. ഇപ്പോൾ പാകിസ്ഥാൻ ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നത്? പാകിസ്ഥാൻ അവരുടെ രാജ്യങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഒരു തൊട്ട് തലോടലിന് വേണ്ടി മാത്രമാണ് അവരിങ്ങോട്ട് വരുന്നത്. അല്ലാതെ ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും വേണ്ടിയല്ല. ഇവിടെ തൊട്ട് തലോടായിട്ട് ഞാൻ അതിൻ്റെ ഉദാഹരണമാണ് നേരത്തെ പറഞ്ഞു വന്നത്. പ്രധാനമന്ത്രി നവാസ് ഷെരീഫുമായിട്ട് വാജ്പേയി സാറ് സംസാരിച്ചു. വാഹനത്തിലാണ് പോയത്. അമൃത്സറിൽ നിന്ന് അട്ടാരിയിൽ നിന്ന് വാഗ ബോർഡറിലേക്ക് വാഹനത്തിൽ പോയി സഞ്ചരിച്ച് അവിടെ പോയി കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തു. ലോക രാജ്യങ്ങൾ വരെ വാർത്തകൾ ചെയ്തു. പക്ഷേ ഇവിടെ ഐക്യമാണെന്ന് പറഞ്ഞു. പക്ഷേ ഒരാൾ ഇവിടെ നിന്ന് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആരാണ്? പർവേസ് മുഷറഫ്. അദ്ദേഹമാണ് അവിടെ ഇരുന്നുകൊണ്ട് എല്ലാം നോക്കിക്കൊണ്ടിരുന്നുകൊണ്ട് ആ കാർഗിൽ പ്രദേശത്ത് മൊത്തം അന്നത്തെ നിയമപ്രകാരം അനുസരിച്ചിട്ട് കുറച്ച് ഏരിയയിൽ കുറച്ച് ഡിസ്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്റ്റൻസിൽ കഴിയാമെന്നുള്ളതായിരുന്നു. ആ കഴിയുന്ന അനുസരിച്ചിട്ട് പാകിസ്ഥാൻ അങ്ങോട്ടും ഇന്ത്യ ഇങ്ങോട്ടുമായിരുന്നു. പക്ഷേ ഈ ബുദ്ധിയുള്ള വൃത്തികെട്ടവന്മാർ, ഈ പാകിസ്ഥാനികൾ, അവരെന്ത് ചെയ്തു? പതുക്കെ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ സത്യത്തിൽ നമ്മളെ പട്ടാളം വിചാരിച്ചു വളരെ സ്വസ്ഥതയാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവിടെ സംഭവിച്ചെന്താണ്? ഒരു ആട്ടിടയൻ പോയ ഒരാൾ ആട്ടിനെയും കൊണ്ട് പോയ സമയത്ത് കണ്ടപ്പോൾ കുറേ പട്ടാളക്കാർ, സൈന്യം, പാകിസ്ഥാൻകാർ അവിടെ ആ സൈഡിൽ നിൽക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഉടനെ ഇവിടെ വന്ന് പറഞ്ഞു, ഇന്ത്യയിൽ വന്നിട്ട് അവിടെ വന്നിട്ട് പറഞ്ഞു, അവിടെ കുറേ പട്ടാളക്കാരെ കാണുന്നല്ലോ ഈ പാകിസ്ഥാൻകാർ. നോക്കിയപ്പോൾ സംഭവം അതാണ്. പിന്നീട് അടുത്ത ദിവസം ഇതിനെക്കുറിച്ച് നിരീക്ഷണം നടത്തിയപ്പോഴത്തേക്കാണ് അറിയുന്നത്, ആദ്യം തന്നെ ഒരു പട്ടാളക്കാരനെ തന്നെ കൊല്ലുകയാണ് ചെയ്തത് നമ്മുടെ ഈ പാകിസ്ഥാൻകാർ. പിന്നീട് നമ്മൾ വിജയിച്ചു. പക്ഷേ അന്ന് കാർഗിൽ യുദ്ധം നടക്കുന്ന അങ്ങനെയാണ്. 550 സൈനികരോളമാണ് നമ്മൾ ആൾക്കാർ മരിച്ചത്. പക്ഷേ എങ്കിലും ഒരു വിജയദിനം തന്നെ ആയിരുന്നു. അതാണ് ഇന്നും 1999 ജൂലൈ 26 കാർഗിൽ വിജയദിനമായിട്ട് കാണുന്നത്. അതുകൊണ്ട് ഇപ്പോഴൊന്നും ഒരു ചുക്കുമല്ല, ഒരു പ്രശ്നമല്ല എന്ന് തന്നെ ഞാൻ പറയാം. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഇത് എന്തിനു വേണ്ടിയാണ് അവർ ചെയ്യുന്നത്? അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ പാകിസ്ഥാനിലുണ്ടാകുന്ന സ്വന്തം പ്രശ്നങ്ങളെ മറനീക്കി പുറത്തു വരാൻ വേണ്ടി മാത്രമാണ് ഇത് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ അറ്റാക്ക് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു ചുക്കും നടക്കില്ല എന്നുള്ളത് ക്ലിയർ തന്നെയാണ്. അവരിൽ അതിനുള്ള സാമഗ്രികളുമില്ല. പക്ഷേ ഇന്നലെ ചെറുതായിട്ട് പഞ്ചാബിലും ഗുജറാത്തിലും ഒക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ കയറിയെങ്കിൽ പോലും അതൊന്നും നടക്കില്ല. അതിനുള്ള എല്ലാ സാമഗ്രികളും ഇന്ത്യയിലുണ്ട്. ഇന്ത്യയുടെ സൈനികരെന്ന് പറയുന്നത് ആ രീതിയിലാണ്. അവരെപ്പോഴും കാണുന്ന കണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒന്നും സ്വന്തം വീട്ടിനെയോ കാര്യങ്ങളോ അച്ഛനെയോ അമ്മയോ മക്കളെയോ സഹോദരനോ സഹോദരിയോ നോക്കാതെ തന്നെ അവർ സ്വന്തം ഇതായിട്ട് രാജ്യത്തിന് വേണ്ടി സേവിക്കുന്ന ഒരേ ഒരു മഹത്വം എന്ന് പറയുന്നത് സൈനികർ തന്നെയാണ്. ആ സൈനികരുടെ മഹത്വം ഉള്ളതുകൊണ്ട് അവർ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നുണ്ട്, സൈനികർ ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടുന്ന നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാലും അല്ലെങ്കിൽ അതിനു വേണ്ടുന്ന നമ്മുടെ കരസേനയുടെ മേധാവി ആയാലും എല്ലാവരും, എയർഫോഴ്സ് ആയാലും നേവി ആയാലും എല്ലാവരും ജാഗ്രതയായിട്ട് നിൽക്കുന്നു. പത്മകുമാർ ചൂണ്ടിക്കാട്ടിയതും അതോടൊപ്പം തന്നെ രാഹുൽ ഈശ്വരൻ ചൂണ്ടിക്കാട്ടിയത് ഒരു കാര്യമുണ്ട്. അതായത് പാകിസ്ഥാനിലെ അസ്ഥിരതയാണ് ഇതിനെല്ലാം പ്രധാനപ്പെട്ട കാരണം. ഇപ്പോഴും ആഭ്യന്തര കലാപം മൂർച്ഛിച്ചു നിൽക്കുകയാണ് പാകിസ്ഥാനിൽ. എന്ത് വേണോ സംഭവിക്കാം, ബലൂചിസ്ഥാൻ സ്വതന്ത്രമാകാം, അങ്ങനെ പല കാരണങ്ങൾ. പടിഞ്ഞാറൻ പാകിസ്ഥാൻ അതിർത്തിയിൽ അഫ്ഗാനിസ്ഥാൻ മേഖലയിൽ, താലിബാൻ അഫ്ഗാൻ മേഖലയിലും പാകിസ്ഥാൻ പ്രശ്നങ്ങളുണ്ട്. അതാണ് അവിടെ നടക്കുന്നത്. സാധാരണ ഒരു രാജ്യത്തിന് വേണ്ടിയാണ് സൈന്യം, പക്ഷേ സൈന്യത്തിന് വേണ്ടിയുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. എങ്ങനെ വിലയിരുത്തുന്നു? ദേ ആർ ടെറിഫൈഡ്. അവർ ഡിഫൻസ് കേപ്പബിലിറ്റി അവരെക്കാൾ എത്രയോ മടങ്ങാണ്. നമ്മുടെ ട്രയംഫ്, അതുപോലെ തന്നെ നമ്മുടെ F-16 സ്കില്ലേഴ്സ്, യുക്രൈനിൽ ഇപ്പോൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എയർക്രാഫ്റ്റ്സ് ആണ്. വളരെ പ്രിസിഷൻ ആക്യുറേറ്റ് ആണ്. നമുക്ക് 400 കിലോമീറ്റർ അങ്ങോട്ട് ഫയർ ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ് നമ്മുടെ കയ്യിലുണ്ട്, പ്രിസിഷൻ ആക്യുറസിയോട് കൂടി. അതേമാതിരി വി ഹാവ് ഗോട്ട് റഫാൽസ് വിച്ച് ക്യാൻ 180 കിലോമീറ്റർ റേഞ്ചാണുള്ളത്. നമുക്ക് വളരെ ഹൈ കേപ്പബിലിറ്റിയാണ്. നമ്മളൊരു വിമാനവാഹിനി കപ്പൽ ഉണ്ടാക്കി വേറെ രാജ്യത്തിന് കൊടുക്കാൻ പോവാണ്. ദാറ്റ്സ് അവർ ടെക്നോളജി. ഇവരുടെ അടുത്ത് ഒരു ഗൺ ഔട്ട് ഒരു ഹൈടെക് സാധനങ്ങളൊന്നുമില്ല. എല്ലാം ചൈനയെ ഡിപ്പെൻഡ് ചെയ്ത ഇതാണ്. ഒരു കാരണവശാലും അവർക്ക് ഇന്ത്യ ആയിട്ട് നേരിട്ട് യുദ്ധം ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അകത്ത് തന്നെ ഇപ്പം തന്നെ ബലൂചിസ്ഥാൻ ഓൾമോസ്റ്റ് പ്രൈം മിനിസ്റ്റർ മാഡം പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ പാകിസ്ഥാൻ വിട്ട് സ്വതന്ത്രമാകാൻ പോവുകയാണെന്ന്. അവരുടെ പ്രധാനമായ പോർട്ട് ബലൂചിസ്ഥാനിലാണ്. അത് കറാച്ചി അല്ലാതെ ഉള്ള ഒരു ആൾട്ടർനേറ്റീവ് പോർട്ടുള്ളത് ബലൂചിസ്ഥാനിലാണ്, ഖാദർ പോർട്ട്. അതും കൂടെ പോയി കഴിഞ്ഞാൽ പാകിസ്ഥാൻ ആബ്സല്യൂട്ട്ലി ശക്തിയില്ലാത്തൊരു രാജ്യമായിട്ട് മാറും. ഇതൊരു സുവർണ അവസരമാണ് ഭാരതത്തിന് ഓക്യുപ്പൈഡ് കാശ്മീർ തിരിച്ചു പിടിക്കാനായിട്ട്. ഞാൻ 2-3 ചർച്ചയിൽ അത് പറഞ്ഞു കഴിഞ്ഞു. വീണ്ടും അത് ഞാൻ ആവർത്തിക്കുകയാണ്. അത് ഒരു വലിയ നേട്ടമായിട്ട് മാറും. അതായത് അസിം മുനീർ വെൻ ടു their air chief and navy chief
to seek their support. Are you ready? They went and asked. They said, we are not ready for a counter with India. 45% അവരുടെ ചൈനയാണ് ഡിപ്പെൻഡ് ചെയ്യണത് എല്ലാ കാര്യത്തിലും. നോ സെർച്ച് കപ്പാസിറ്റി അവർക്ക് നമ്മുടെ രാജ്യത്ത്. നമ്മുടെ എയർക്രാഫ്റ്റ്സിനാണെങ്കിൽ സെർച്ച് കപ്പാസിറ്റി ഉണ്ട്, നമ്മുടെ റഫാൽസ് ഉണ്ട്, നമ്മുടെ ബ്രഹ്മോസ് മിസൈൽസ് ആർ ഡെഡ്ലി ആക്യുറേറ്റ് മിസൈൽസ്. അത് വിട്ടുകഴിഞ്ഞാൽ അബ്സല്യൂട്ട് നാശം വിതയ്ക്കും. പിന്നെ നമ്മൾ വെൽ എക്യുപ്ഡ് ആണ്, നമ്മുടെ മൊറാൽ ഹൈ ആണ്, നമ്മുടെ ആംഡ് ഫോഴ്സസ് ആർ റെഡി ടു ടേക്ക് ഓൺ എനി അസൈൻമെൻറ്റ്. അതായത് ലാഹോറിന് 28-30 കിലോമീറ്റർ ദൂരെയാണ് അഹമ്മദ് സാർ. ലാഹോർ പിടിക്കാൻ വരെ സാധിക്കും വേണ്ടി വന്നാൽ. ലാഹോറിനെ ത്രട്ടൻ ചെയ്യാൻ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ചെയ്തതാണ്. കനാലിൻ്റെ ഈ ഭാഗത്ത് നിന്നും നമ്മൾ അവരെ കണ്ണുരുട്ടി. ഇത്തവണ ചിലപ്പോൾ ആ ഭാഗത്ത് പോയിട്ട് ചെന്ന് വരാം. അതുകൊണ്ട് എന്തായാലും ഈ ഒരാഴ്ചക്കകത്ത് ഇതൊരു തീരുമാനമാകും. UN ഇന്ത്യൻ പ്രതിനിധി എന്ന് പറഞ്ഞത് തെമ്മാടി രാഷ്ട്രം എന്നാണ് പാകിസ്ഥാനെ വിശേഷിപ്പിച്ചത്. അത്തരത്തിൽ ഭ്രാന്തമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു രാജ്യം, അണുവായുധം കൈവശം വെച്ചിരിക്കുന്ന ഒരു രാജ്യം, ഏത് പരിസ്ഥിതിയിൽ, അതായത് തീരെ പിടിച്ചു നിൽക്കാവുന്ന അവസ്ഥയിൽ അണുവായുധം പ്രയോഗിക്കും എന്ന് പാകിസ്ഥാൻ മന്ത്രിമാർ തന്നെ പലതവണ പറഞ്ഞൊരു സാഹചര്യത്തിൽ വളരെ കൃത്യതയോടെ ഇക്കാര്യത്തിൽ മുന്നേറേണ്ടതല്ലേ? അതോടൊപ്പം തന്നെ ഒരു പൂർണ്ണമായ യുദ്ധം ഇരു രാജ്യങ്ങൾക്കും വലിയ രീതിയിൽ ക്ഷതമേൽപ്പിക്കുമെന്ന കാര്യത്തിലും സംശയം വേണ്ട. പ്രത്യേകിച്ച് ഇന്ത്യയുമായി പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാന് ഒരിക്കലും കഴിയില്ലെന്ന് അവർക്ക് തന്നെ ഉത്തമ ബോധ്യമുണ്ട്. പക്ഷേ പാകിസ്ഥാനിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് അവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ കബളിപ്പിച്ച് രാഷ്ട്രീയ കക്ഷികളും സൈന്യവും ഇക്കാര്യത്തിൽ ഇന്ത്യ വിരുദ്ധത കുത്തി നിറച്ച് അവിടെ പ്രവർത്തിക്കുകയും ചെയ്തത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ വളരെ ദുർബലമായ പാകിസ്ഥാൻ്റെ ഡിഫൻസ് നമ്മൾ കണ്ടതുമാണ്. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ എത്രത്തോളം നമുക്കിനി ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയും? അതോ പാകിസ്ഥാൻ അടങ്ങുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? എവറി നേഷൻ ഹാസ് ആൻ ആർമി, ബട്ട് ഇൻ പാകിസ്ഥാൻ ആർമി ഹാസ് എ നേഷൻ. അതായത് ലോകത്തിലെ ബാക്കി എല്ലാ രാജ്യങ്ങൾക്കും പട്ടാളമുണ്ട്, പക്ഷേ പാകിസ്ഥാനിൽ പട്ടാളത്തിനൊരു രാജ്യമുണ്ട്. പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട പല തന്ത്രപ്രധാനമായ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് പാകിസ്ഥാനും ISIയും അടക്കം, അല്ലെങ്കിൽ പാകിസ്ഥാനി ആർമിയും ISIയും അടക്കം ചേർന്നൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റാണ്. ഉദാഹരണം, ഇവരുടെ വളരെ ഡാർലിംഗ് ആയിരുന്നു ഇമ്രാൻഖാൻ ആദ്യം വന്നപ്പോൾ. ഇപ്പോൾ ഇമ്രാൻഖാൻ ജയിലിലാണ്. ഇപ്പോൾ ഇമ്രാൻഖാനും ഭാര്യ അടക്കം ജയിലിലാണ്, വളരെ ഫ്ലിംസിയായ കുറേ കേസുകളിൽ. അപ്പം തെഹ്രീക്കെ പാകിസ്ഥാൻ ഇപ്പോൾ ഇമ്രാൻഖാനെ എങ്ങനെയെങ്കിലും ഇറക്കണമെന്ന് പറഞ്ഞ് അവരും പ്രക്ഷോഭം മറ്റും നയിക്കുന്നുണ്ട്. അപ്പം പാകിസ്ഥാൻ, ശരിക്കും സാറ് പറഞ്ഞ പോലെ, ആദ്യം സാറ് പറഞ്ഞല്ലേ, പാകിസ്ഥാൻ ഒരു ഫെയിൽ സ്റ്റേറ്റ് ആണ്. അത് ഞാൻ ഇന്ത്യക്കാരനായിട്ട് പറയല്ല, പാകിസ്ഥാനെ പഠിക്കുന്ന ആർക്കും മനസ്സിലാവുന്നൊരു കാര്യമാണ്. പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യ വിരോധത്തിൻ്റെ പുറത്ത് ഉണ്ടായൊരു രാജ്യമാണ്. പാകിസ്ഥാൻ്റെ അടിസ്ഥാനം തന്നെ നോക്കിയാൽ എന്താ പാകിസ്ഥാൻ? പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല, ഞങ്ങൾക്ക് ഹിന്ദുക്കളോട് ജീവിക്കേണ്ടെന്ന് വിചാരിച്ച് നമ്മുടെ വഴിതെറ്റിപ്പോയ കുറേ മുസ്ലിം സഹോദരങ്ങൾ അപ്പുറത്തോട്ട് പോയി. അതാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ, അതാണ് ജിന്ന. ഓർക്കണം, ഏറ്റവും പരിശുദ്ധ ഖുറാൻ പണ്ഡിതനും ഇസ്ലാം മത വിശ്വാസിയുമായ മൗലാന അബുൽ കലാം ആസാദ് ഇന്ത്യയോടും ഗാന്ധിജിയോടും ഒപ്പം നിന്നപ്പോൾ നിരീശ്വരവാദിയായ പന്നിയിറച്ചി കഴിക്കുന്ന, മദ്യപിക്കുന്ന ജിന്നയാണ് പാകിസ്ഥാൻ്റെ പിതാവായത്. ജിന്നയുടെ മകൾ പോലും പാകിസ്ഥാനിലേക്ക് പോയില്ല. ഗാന്ധിജിയുടെ ഇന്ത്യ മതി എന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കുകയും പിന്നീട് അവർ വിദേശത്തേക്ക് പോവുകയും ഒക്കെയാണ് ചെയ്തത്. അപ്പം പാകിസ്ഥാൻ എന്ന് പറയുന്നതിൻ്റെ ആശയത്തിൻ്റെ പ്രശ്നം ഇന്ത്യ വിരോധവും ഹിന്ദു വിരോധവും ഒക്കെയാണ് ഇതിൻ്റെ കോറിൽ കിടക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ പലപ്പോഴും റോഗ് എലിമെൻറ്റ്സ് ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാൽ ഒരു ന്യൂക്ലിയർ സ്റ്റേറ്റാണ്. ഒരു ത്രഷോൾഡ് കാണും. ആ ത്രഷോൾഡിനപ്പുറം പാകിസ്ഥാനെ പ്രശ്നത്തിൽ നമ്മൾ ആക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അവിടുത്തെ റോഗ് എലിമെൻസിന് ശക്തി കൂടും. ഇന്ത്യയും വളരെ സംയമനത്തോടൊരു ഇൻ്റർവെൻഷൻ ആയിരിക്കും ഉദ്ദേശിക്കുക. ഉദാഹരണം, ബലൂചിസ്ഥാനിലെ ഇൻസർജൻസിയെ നമ്മൾ സപ്പോർട്ട് ചെയ്യും, ബലൂച്ച് ലിബറേഷനെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. ഒരു പക്ഷേ POKയിലേക്ക് ചെറിയൊരു നീക്കം നടക്കാൻ സാധ്യതയുണ്ട്. പാകിസ്ഥാനിൽ തന്നെയുള്ള വ്യത്യസ്ത പ്രദേശങ്ങളുണ്ട്. അതായത് പാകിസ്ഥാൻ നമ്മൾ പൊതുവേ പറയുന്നത് ഈ ഇസ്ലാമാബാദ് കേന്ദ്രീകരിച്ചിരിക്കുന്ന പഴയ അവിടുത്തെ ഈ ഫ്യൂഡൽ മനസ്സുള്ള കുറച്ച് ആൾക്കാരാണ് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത്. ബലൂചിസ്ഥാൻ അടക്കം നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രോവിൻസ്, പഞ്ചാബ് പ്രവിശ്യ, ബേസിക്കലി ശരിക്കും ഇവിടത്തെയും പഞ്ചാബിലെ ആൾക്കാർ തമ്മിലുള്ള അടിയാണ് നമ്മുടെ ഇതെന്ന് പറയുന്നത്. അപ്പോൾ പാകിസ്ഥാൻ രാജ്യം ഇതിൽ നിന്ന് പാഠം പഠിക്കണം. നമ്മുടെ ഡിമാൻഡ് ഒന്നേ ഉള്ളൂ. എന്താണ് ആ ഡിമാൻഡ്? നിങ്ങൾ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കരുത്. ടെററിസം ആസ് എ മീൻസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഒരു രാജ്യത്തിൻ്റെ സ്റ്റേറ്റിൻ്റെ പോളിസിയായിട്ട് നിങ്ങൾ തീവ്രവാദം പ്രൊമോട്ട് ചെയ്താൽ നമുക്ക് തിരിച്ചടിച്ചേ പറ്റും. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കൂ, പാകിസ്ഥാനിലെ സിവിലിയൻ ഗവൺമെൻറ് നിൽക്കുന്നത് അമേരിക്കയുടെ ഫണ്ടിൽ നിന്നാണ്. ഇടയ്ക്ക് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് കൊടുക്കും. എന്നിട്ട് അമേരിക്ക ഏറ്റവും വലിയ ശത്രുവായി കാണുന്ന ഒസാമ ബിൻ ലാദനെ അവരുടെ ബാക്ക് യാർഡിൽ ഒളിപ്പിക്കുകയും ചെയ്തു. ഇതാണ് പാകിസ്ഥാൻ്റെ പ്രശ്നം. സബ്മറൈൻസ് ഡോക്കിലാണ്, കറാച്ചി പോർട്ടിലാണ്. ദേ ആർ അൺസർവീസബിൾ. പിന്നെ അതുപോലെ തന്നെ അവരുടെ ഓൺലി 2 അഗസ്ത ക്ലാസ് സബ്മറൈൻസ് ആർ വർക്കിംഗ്. പിന്നെ വാർ വേസ്റ്റേജ് റേറ്റ് അവരുടെ, ദേ കാൺ സസ്റ്റെയിൻ വാർ മോർ ദാൻ 7 days. ആൻഡ് ഫസ്റ്റ്
line and second line scales are reduced to a very minimal level. And 1 week, Pakistan will have no ammunition to fire after 1 week. Fuel reserve is only ഒരു 5 ദിവസത്തെ ഫ്യൂവൽ റിസർവാണ് അവരുടെ കയ്യിലുള്ളത്. വെരി ലോ. പാകിസ്ഥാൻ ഈസ് ഷിവറിങ് and really shivering now with India's strength encircling from all direction towards Lahore and as well as in Punjab. Defense Minister is meeting Ajit Doval today. He was meeting. The Pak aircraft shot down 2 pilots in custody. We have evidence and witness. They are claiming we have lost 3 aircrafts. They have not caught any pilot of ours. അല്ല 5 എണ്ണം നഷ്ടപ്പെട്ടു എന്നാണ് അവർ പറയുന്നത്. ക്ലെയിം, false claim. Prime Minister is on the run, and now Samba infiltrators, about 6 of the infiltrators have been shot dead. When Operation Sindoor has become, at the start itself, it has picked up momentum and it is going to be a total success. And പഴയ ദൃശ്യങ്ങൾ കാണിച്ചിട്ടാണ് അവർ ഇലക്ട്രോണിക് മീഡിയയിൽ കൂടെ ഒരു ഇൻഫ്ലുവൻസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. India was active in 50 places. ഇന്ത്യയുടെ 5 വിമാനങ്ങൾ വെടിവെച്ചിട്ടെന്ന് ഗ്ലോബൽ മീഡിയ ഒരു കാര്യം കൂടെ തെളിവ് ചോദിച്ചപ്പോൾ സോഷ്യൽ മീഡിയ അത് കേരളത്തിലെ ചില ആൾക്കാർ പറയുകയും അവരുടെ യൂട്യൂബ് ചാനൽ ഇന്നലെ വൈകിട്ടോടുകൂടി പൊട്ടിച്ചിട്ടുണ്ട്. പിള്ളേർ കളിയല്ല യുദ്ധം എന്ന് പറയുന്നത്. വാർ റിസർവ് അവരുടെ കയ്യിലില്ല, കഞ്ഞി കുടിക്കാൻ വെള്ളമില്ല, അരിയില്ല, ചോറില്ല. അവർ ഒരു മെറ്റീരിയൽ റിസർവോ ഒരു തയ്യാറെടുപ്പോ ഇല്ലാതെ ആണ് ഇന്ത്യയെ കയറിച്ചുരണ്ടാൻ വന്നിരിക്കുന്നത്. ആവശ്യമില്ലാതാണ് ആ 26 ആളുകളെ കൊന്നത് ഇന്ത്യക്കകത്ത് വന്ന്. അതിന് പകരം വീർക്കുമെന്ന് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത് വ്യക്തമായിട്ടായിരുന്നു. ആ പകരം വീരൽ നടന്നിരിക്കണം. ഇനി ഒരു 5 ദിവസം ഇത് ലാസ്റ്റ് ചെയ്യും. പാകിസ്ഥാൻ്റെ നട്ടല്ലൊടിയും. പാകിസ്ഥാന് ഒന്നും കിട്ടാൻ പോണില്ല. കേരളം പറയുന്നത് ഒരു ഫുൾ ടച്ച് വാറിലേക്ക് പോകില്ല, ഒരു കാരണവശാലും പോകില്ല. എനിക്ക് തോന്നുന്നത് തിരിച്ച് നമ്മൾ കുറച്ച് സ്ഥലം പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിൽ പിടിക്കുമെന്നാണ് ഞാൻ 4 ചാനലിൽ പറഞ്ഞു കഴിഞ്ഞു. ഇറ്റ്സ് എ സ്ട്രോങ് മെസ്സേജ് ഫോർ ദ ഗവൺമെൻറ്. ഇറ്റ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി ഗോൾഡൻ. അവർ പിടിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. നമ്മളെ സ്ഥലമാണ് പിടിക്കുന്നത്. അവർ വന്ന് ചൊറിഞ്ഞപ്പോഴാണ് നമ്മൾ പിടിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് പോയി അറ്റാക്ക് ചെയ്യല്ല. ജസ്റ്റിഫൈഡ് ആവാം. തീർച്ചയായിട്ടും യുണൈറ്റഡ് നാഷൻസ് പോയാലും പറയാം നമ്മളെ സ്ഥലം നമ്മൾ തിരിച്ചു പിടിച്ചു എന്ന് പറയാം. ഒമർ അബ്ദുള്ള വിസിറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം കാശ്മീരിൽ. അവർ പൊളിറ്റിക്കലി ഇപ്പം കാശ്മീർ ശാന്തമാണ്. ടൂറിസം, അതെ, ടൂറിസം പിക്കപ്പ് ചെയ്യുന്നു. കാശ്മീർ ഇസ് ഗോയിങ് ടു ബി എ പ്രോഫിറ്റ് മേക്കിംഗ് സ്റ്റേറ്റ് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ടൂറിസം. പിന്നെ വീണ്ടും പ്രകോപനം, സിവിലിയൻ ഏരിയ ഷെല്ല് ചെയ്യുന്നു. അവർ ആളുകളെ നിരായുധരായ ആളുകളുടെ പുറത്ത് ഷെല്ല് ചെയ്യുകയാണ്. പത്മകുമാറിന് എന്തോ പറയാനുണ്ട്? നമ്മളെ ഇന്ത്യക്കാരനായ ഒരാൾ, സൈന്യനായാലും സിവിലിയനായാലും ആരായാലും വീരമൃത്യു മരിച്ചാലും അല്ലാതായി കഴിഞ്ഞാലും നമുക്കേറെ വിഷമമുണ്ടാകുന്ന അതിലുണ്ടായതാണ് ടൂറിസ്റ്റിൻ്റെ യാത്രയിൽ തൃശ്ശൂരുകാരനായ രാമേന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ നടന്ന നമ്മുടെ ഹരിയാനക്കാരനായ ദിനേശ് കുമാർ ശർമ്മ. അപ്പോൾ ആ 2 പേരുടെയും മരണം നമുക്ക് വീരമൃത്യു, നമുക്കേറെ മനപ്രയാസമാണ്. പക്ഷേ എങ്കിലും നമ്മൾ അവരുടെ സ്വന്തം രാമേന്ദ്രൻ്റെ മോൾ തന്നെയാണ് പറഞ്ഞത് ഇത് രാജ്യത്തിന് വേണ്ടിയുള്ള പ്രയത്നമാണെന്ന് പറഞ്ഞു. അതുപോലെ ശർമ്മയുടെ ഭാര്യയും പറഞ്ഞു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് മനോവിഷമമുണ്ട്. ജീവിച്ചിരിക്കുന്നവരോ വീരമൃത്യു വരിക്കുന്നവരോ പ്രയാസം ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടാകും. പക്ഷേ ഇന്ത്യ കൈവിടില്ല. പാകിസ്ഥാനെ ശരിപ്പെടുത്തിയിരിക്കും. അതിനുള്ള തൻ്റെ ഇടവും കഴിവും ഇന്ത്യൻ രാഷ്ട്രീയത്തിനുണ്ട്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കുണ്ട്, ഇന്ത്യ കരസേന മേധാവിക്കുണ്ട്, ഇന്ത്യൻ സൈനികർക്കുണ്ടെന്നുള്ള കാര്യം മാത്രം ഞാൻ എടുത്തു പറയാം. ഒരു സൈനികൻ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഇപ്പോൾ പാകിസ്ഥാനിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമോ? അവിടുത്തെ സാധാരണ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങി എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ട്. യുവതലമുറയെ പഴയ പോലെ ഇന്ത്യ വിരുദ്ധം കുത്തിവെച്ച് മുന്നോട്ട് നയിക്കാൻ കഴിയില്ല. അതിൽ ഏറ്റവും നമ്മളെല്ലാം കേൾക്കണ്ട ഇത് പറഞ്ഞതിൻ്റെ അതുകൊണ്ടാണ് ഇൻ്റർസെക്ട് ചെയ്തത്. പാകിസ്ഥാൻ തെറ്റ്, ഞാൻ എക്സാക്ട് വായിക്കുകയാണ്. പാകിസ്ഥാൻ തെറ്റ്, ഇന്ത്യ ശരിയെന്ന് പാകിസ്ഥാനിലെ ലാൽ മസ്ജിദ് ഇമാം അബ്ദുൽ ഖാസി 3 ദിവസം മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ പാകിസ്ഥാനിലും ഇന്ത്യയിലും ലോകത്തും വൈറലായിരുന്നു. അതായത് ലാൽ മസ്ജിദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമാബാദിൻ്റെ ഹാർട്ടിൽ, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അമ്പലങ്ങളിലൊന്നിൻ്റെ പൂജാരി, അതാണ് പാകിസ്ഥാനിലെ ലാൽ മസ്ജിദിലെ മൗലാന ഇമാം അബ്ദുൽ ഖാസി. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ചോദിക്കുകയാണ്, 100 കണക്കിന് ആൾക്കാരിപ്പുണ്ട്, ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം ഉണ്ടായാൽ നിങ്ങൾ എത്ര പേര് പാകിസ്ഥാനെ പിന്തുണയ്ക്കുമെന്ന് ചോദിക്കുകയാണ്. ആകെ 300 പേരിൽ 3-4 പേരാണ് കൈ ഉയർത്തുന്നത്. അപ്പം പുള്ളി എന്നിട്ട് പറയാണ്, നന്നായി, നിങ്ങൾക്ക് ബോധമുണ്ട്, പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യരുത്. പാകിസ്ഥാനി ഗവൺമെൻറ്റാണ് പാകിസ്ഥാനി
ഈ ജനങ്ങൾക്ക് ദ്രോഹം ചെയ്യുന്നത്? പറയുന്ന ഇന്ത്യക്കാരല്ല, പാകിസ്ഥാൻ്റെ ഉള്ളിൽ, ഇസ്ലാമാബാദിൻ്റെ ഉള്ളിൽ, അവിടുത്തെ വിശുദ്ധമായൊരു പള്ളിയിൽ ലാൽ മസ്ജിദിലിരിക്കുന്ന അബ്ദുൽ ഖാസി പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ലാൽ മസ്ജിദിനെതിരെ, അവിടുത്തെ പാഷ്തൂൺ ഏരിയകൾക്കെതിരെ, അവിടുത്തെ 2-3 സ്ഥലങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്, അവിടെയൊക്കെ അതിക്രമം കാണിക്കുന്ന പാകിസ്ഥാൻ ഗവൺമെൻറ്റാണ്. എന്നിട്ട് അദ്ദേഹം എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ നാട്ടിലും ലോകത്തും കേൾക്കണം, പാകിസ്ഥാൻ്റെ യുദ്ധം ഇസ്ലാമികമല്ല, പാകിസ്ഥാൻ്റെ അല്ലെങ്കിൽ ചീപ്പ് എന്ന വാക്കല്ല, പാകിസ്ഥാൻ്റെ ദുഷ്ടമായ രാഷ്ട്രീയം, ഈ രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് അവരിത് ചെയ്യുന്നത്. അപ്പം പാകിസ്ഥാനി നുള്ളിയെന്ന് അത്തരം സൗണ്ടുകൾ, വോയിസുകൾ നമുക്ക് ആംപ്ലിഫൈ ചെയ്യാൻ കഴിയണം. പിന്നെ ഇതിനകത്തൊരു സ്ട്രാറ്റജിക് പോയിന്റ് ഉള്ളത്, ചൈന എന്തുകൊണ്ടാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത്? ചൈനയുടെ ബെൽറ്റ് റോഡ് അതുവഴി പോവുകയാണ്. നമ്മുടെ ഓക്യുപ്പൈഡ് കാശ്മീർ വഴി പാകിസ്ഥാൻ കയറി ആണ് അത് പോകുന്നത്. അത് അവർക്കൊരു വലിയ മെറ്റീരിയൽ ഡാമേജ് ഉണ്ടാക്കും. ഇത് വരികയാണെങ്കിൽ ഇറ്റ് വിൽ കോസ്റ്റ് ദം. ബട്ട് ദർ ക്യാൻ ബി എ സൊല്യൂഷൻ that it can be a common road in which all the countries affected can invest and you make use of it. The international community will take the United Nations and things like that can come in and play a role to see that they have come to an area of dispute. It is an area belonging to Pakistan, occupied Kashmir. It's a disputed area. So this is an aspect on which China is showing interest. And also the port they are having, Qadar port. And they have invested a lot of money. That's why China is clinging around. China is not the same China. Not only that, China is not the same China today. China is going to be a weak country because of lack of population. Able-bodied men are not available for China to join in the armed forces. China will not be a match for India. India will be superior to China in days to come. Because if they have got 2 children, both are girls, you don't have a man. If there's one boy and one girl, if that boy doesn't want to join army, he cannot have a man for army. They are going to have a crisis, a demographic crisis. They did not think about that catastrophe. It's going to be a demographic catastrophe. എന്തായാലും ഇന്ത്യ പാക് സംഘർഷം ഒരു മുഴുവൻ സമയ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്ക ഇരു രാജ്യങ്ങളിലെയും സാധാരണക്കാർക്കുണ്ട്. പാകിസ്ഥാൻ പാഠം പഠിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. നിരവധി തവണ ഇന്ത്യയോട് യുദ്ധം ചെയ്ത് പരാജയപ്പെട്ട ചരിത്രമാണ് പാകിസ്ഥാനുള്ളത്. ഇത്തവണയും അത് തന്നെ ആവർത്തിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പവർ പോയിന്റ് സമാപിക്കുന്നു. ചർച്ചയിൽ പങ്കെടുത്ത അതിഥികൾക്കും നന്ദി അറിയിക്കുന്നു. ജയ് ഹിന്ദ്.